ഓനെ രാജാവായി നിർത്തിയേക്കാണ്. സഫാരി കാർസിൻ്റെ മുന്നിൽ തന്നെ ഒരു വിമാനം പോലത്തെ ഒരു വണ്ടി ഞങ്ങൾ കാണിക്കാൻ കൊണ്ട് വരും. ഒരു അടിപൊളി വണ്ടി തന്നെ കേട്ടോ. കാരണം ഈ ഒരു പ്രൈസിൽ, ഈ ഒരു ചെറിയൊരു പ്രൈസിൽ. ഹായ് ഫ്രണ്ട്സ്, സഫാരി കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സഫാരി കാർസിൻ്റെ ചെറിയൊരു വ്ളോഗാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എല്ലാവിധ വിശേഷങ്ങളും ഉണ്ട്. നമ്മളെ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുക. അതേപോലെ വിൽപ്പനയ്ക്കുള്ള വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുക. അതേപോലെ നമ്മുടെ ഷോറൂമിൽ കുറേ അപ്ഡേഷൻസ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ചെറിയ രീതിയിലൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതി. അതേപോലെ ഒന്ന് രണ്ട് വാഹന വിശേഷങ്ങളും നിങ്ങളെ കാണിക്കാം. അപ്പോൾ ചെറിയ വാഹനം ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് നമ്മളൊരു അടിപൊളി അൾട്ടോ 100 തന്നെ പരിചയപ്പെടുത്തിയിട്ടൊന്ന് തുടങ്ങാം. അൾട്ടോ 100 ഉണ്ട്, BMW ഉണ്ട്, ബെൻസും ഉണ്ട്, ടൊയോട്ടൻ്റെ വണ്ടികളും ഉണ്ട്. അതേപോലെ നമുക്കൊരു ഡെലിവറി ഉണ്ടെന്ന്. അപ്പോൾ ഡെലിവറീൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നൊരു സകലകലാ വീഡിയോ കേട്ടോ. ആൾക്കാർ ആരും കുറ്റം പറയരുത്, വീഡിയോ വലുതായി ചെറുതായി എന്നൊന്നും പറഞ്ഞാണ്ട്. അപ്പോൾ എന്താണേ നമുക്ക് നമ്മളെ വണ്ടികളൊന്ന് പരിചയപ്പെടുത്തിയാലോ. ബാ. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഹംദാൻ ചേരുന്നുണ്ട്. നമുക്ക് അൾട്ടോ 100ൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അതിൻ്റെ മുന്നേ അഫി വരുന്നുണ്ട്. അഫി ഇവിടെ. ഇത് നമ്മുടെ പുതിയ ജീപ്പാണ് അല്ലേ? അതായത് അഫിൻ്റെ ജീപ്പ്. അഫിക്ക് പുതിയ വണ്ടി എടുത്തതാണ്. അഫിക്ക് ഇത് മാത്രമല്ല, വേറൊരു വണ്ടിമാടെ ഞങ്ങൾ വാങ്ങിക്കണം. വണ്ടി ഓഫാക്കും. അതായത് വണ്ടിപ്രാന്തന്മാർ കച്ചവടക്കാരായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതെന്താ വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ ഒരു കൂട്ടി ഇപ്പോൾ എത്ര വണ്ടി ആക്കും നമ്മളെടുത്ത്? എന്താണ് 5-6 എത്ര ആയിക്കും? 9-10 വണ്ടി ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കണത് മാത്രമായി. അത് ഈ സകലകലാ വണ്ടികളാണ്. ഒരു DI ജീപ്പ്. ഇനിയിപ്പോൾ അഫിൻ്റെ ഒരു അന്ന് ജിപ്സി കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങിക്കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു അടിപൊളി വണ്ടി വാങ്ങിക്കണം. SFX പജേറോ വാങ്ങിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പണി പാഫി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? പെയിൻറ്റ് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതും ഇതേപോലെ ഒരു ബിരാന്തിൽ വാങ്ങിയതാണ്. ഇപ്പോൾ വാങ്ങിയിട്ട് ഒരു മാസമായി. വീഡിയോയിൽ കാട്ടാനും ഇതുവരെ അയച്ചിട്ടില്ല. കാരണം കാട്ടിക്കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. അപ്പോൾ വീഡിയോയിലൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരു മാസത്തിൻ്റെ മുകളിലായി ഈ വണ്ടി ഞങ്ങൾ വാങ്ങിയിട്ട് അല്ലേ? ഇത് നമ്മളെ കുടുംബ പേരൊക്കെ എഴുതിയിരിക്കണേ. ഇരട്ടപ്പേരാണ്. ഞങ്ങൾ ഫാമിലി നെയിം അല്ല, ഫാമിലിൻ്റെ ഒരു ഇരട്ടപ്പേരുണ്ട്. അതൊക്കെ എഴുതി വെച്ച് ഓൻ കൊണ്ടിറക്കാണ്. അപ്പോൾ ഇത് വീഡിയോയിൽ കാട്ടാനോ അയക്കൂല. കാരണം കാട്ടിക്കഴിഞ്ഞാൽ ഒന്നാൾ പറഞ്ഞു ജിപ്സി കാട്ടിയ പോലെ പാർട്ടി വരുമ്പോൾ നമ്മൾ തരൂല എന്ന് പറയില്ല അല്ലേ? വണ്ടി വിൽക്കുന്ന പറഞ്ഞിട്ടോ കാണിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇത് വിൽപ്പനക്കായപ്പോൾ അപ്പോൾ പജീറോ കിട്ടിയില്ലേ? സംഭവം ഏത് വണ്ടി എടുത്താലും ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ വിൽക്കും അല്ലേ? അപ്പോൾ നമ്മളിതിപ്പോൾ പജീറോ ഉണ്ട്, DI ജീപ്പ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ കുറച്ച് പിരാന്തിൽ ഒരു പ്രീമിയർ പത്മിനി, ഒരു അംബാസഡർ, പഴയ വിൻറ്റേജ് ബെൻസിൽ ഒരു വണ്ടി ഉണ്ട്, പിന്നെ നമ്മളെ ഒരു പ്രാഡോ ഉണ്ട്, പിന്നെ നമ്മൾ ചെറിയ കാറുകളുണ്ട് കടയിൽ അവിടെ ഇവിടെയൊക്കെ ഉപയോഗിക്കണ മൈക്ര ഉണ്ട് അല്ലേ? ബൈക്കുകളുണ്ട്. RX100 ഉണ്ട്. 1952 വന്നൊരു ബുള്ളറ്റ് ഉണ്ട്. ആ ബുള്ളറ്റ് എടുത്തിട്ട് ഫുള്ള് പിൻ ടു പിന്നാക്കിയിട്ട് അത് അസിമോൻ്റെ വിധാന്താണ്. അതിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒരു പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് ഉണ്ട്. പിന്നെ ബെൻ്റെ വിരാന്തിൽ തന്നെ 2 ഇതുണ്ട്, മറ്റേ സ്പ്ലെൻഡർ. പിന്നെ സ്കൂട്ടികൾ കാര്യങ്ങൾ അല്ലേ? ഏകദേശം ജയപ്രാത്തിൽ 10-15 വണ്ടി ഉണ്ട്. ഓട്ടോറിക്ഷ ഉണ്ട് നമ്മളടുത്ത്, ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വണ്ടികളൊക്കെ പാടിട്ടിട്ട് ഒരു പരിചയപ്പെടുത്താം. പത്മിനി നിങ്ങളെ കാണിക്കേണ്ട ഒരു വണ്ടി തന്നെയാണ്. അത് ഇവിടെ ഉണ്ട്. ചെറുതായിട്ടൊന്ന് കാണിച്ചാലോ സൽമാൻ ഇടക്ക് പറയും ആക്കും പോലെ കാണിക്കതാണ്ടോ. ഓനെ രാജാവായി നിർത്തിയേക്കാണ് സഫാരി കാർസിൻ്റെ മുന്നിൽ തന്നെ. അത് നമ്മൾ പിന്നു റിമൂവ് ചെയ്ത് കംപ്ലീറ്റ് വർക്ക് ചെയ്ത് ഇറങ്ങിയ വണ്ടിയാണ്. അപ്പോൾ അതൊക്കെ കാണിക്കാം. പിന്നെ നമ്മൾ ചെറിയൊരു ഇന്നോവയൊക്കെ ഉപയോഗിക്കണമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഉപയോഗിക്കണ വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചിട്ടൊരു വീഡിയോ വരും എപ്പിസോഡിൽ നമുക്ക് ചെയ്യാം. ലഫിയ, അപ്പോൾ നമുക്ക് ജീപ്പാണ് കൊടുത്താലോ? കൊടുക്കല്ല, പജീറോ ഇറങ്ങിയിട്ട് കൊടുക്കാം. അപ്പോൾ പജീറോ ഇറങ്ങിയിട്ട് നമുക്ക് പജീറോയും ജീപ്പും മാത്രം കൊടുക്കാം. എന്നിട്ട് ഓരോ അടുത്ത അപ്ഡേഷൻ നമുക്ക് കൊണ്ടുവരാം അല്ലേ? പജീറോ ജീപ്പ് വന്ന് കൊടുക്കാം അല്ലേ? വീഡിയോയിൽ കാണിച്ചിട്ട് ഇല്ലല്ലോ. അപ്പോൾ അത് 4x4 ആണ്, 4 വീൽ ഡ്രൈവ് വരുന്ന പജീറോ ആണ്. അതായത് ഞങ്ങൾ ഏത് വണ്ടി എടുക്കുമ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലതാണ് ഇത് നമുക്കൊന്ന് ഉപയോഗിച്ചാലോചിക്കും, ഏത് വണ്ടിയാണെങ്കിലും അല്ലേ? അപ്പോൾ ഇത് നമ്മളൊരു പാഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡിലെത്തിയത്. അതുകൊണ്ട് തന്നെ ആർക്കും ഈ ഒരു ഫീൽഡിനായിട്ട് ഒരു മടുപ്പോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ആഗ്രഹത്തോടൊപ്പം നമ്മൾ സഞ്ചരിക്കുകയാണ് അല്ലേ? അതിപ്പോ ഇനിയിപ്പോ കഴിഞ്ഞ ആഴ്ച Alto 100 എടുത്തു നമ്മള്, അതിപ്പോഴും ഇങ്ങോട്ട് കയറിയിട്ടില്ല. അപ്പോൾ Alto 100ന്റെ ആ ഒരു ഇതിലങ്ങനെ ആ ഒരു ക്രൈസിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓട്ടുകാർ അതിങ്ങനെ ഓടിപ്പൊളിച്ചാൽ കേട്ടോ. ഞങ്ങളിങ്ങനെ രസത്തിൽ വീട്ടിൽ പോകും, കൊണ്ടുനടക്കും, കസ്റ്റമർ വരുമ്പോൾ കൊണ്ടുനടക്കും. പിന്നെ വണ്ടിനെ വരുത്താക്കണേ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. വണ്ടി അടിപൊളിയായി. ഇപ്പം നിങ്ങൾ ജീപ്പിൻ്റെ വൃത്തിയാക്കാണ് അതേപോലെ തന്നെ എല്ലാ വണ്ടി അടിപൊളിയാക്കി കണ്ടീഷനാക്കി കൊണ്ടുനടക്കും. ഇനി നിങ്ങൾക്ക് 1952 ബുള്ളറ്റൊക്കെ വരുന്ന വരവ് നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ? അതേമാതിരി ആ പത്മിനിയൊക്കെ നിങ്ങൾ കാണിക്കുമ്പോൾ നോക്കി അത്രത്തോളം ഭംഗിയിലാണ് ഞങ്ങൾ പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ഒക്കെ വണ്ടി
കൊണ്ടുനടക്കാം. അപ്പോൾ ഈ പിന്നെ ആൾട്ടോണ്ണൂറ് നമുക്ക് കൊടുക്കല്ലേ? എന്നാ വാ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ആരാ പറയുന്നത്? പറഞ്ഞു കൊടുക്കി. 2020 മോഡല്. ആ, പിന്നെ VXi ആണ്. VXi. പിന്നെ അലവിലും ടയർ പോലും പുതിയ ഇട്ടാണ്. പുത്തൻ ടയറും അലവിലും. അതിന്റെ പൈസ കൂട്ടി കൊടുക്കാതെ വണ്ടി കിട്ടണില്ല, അതുകൊണ്ട് അങ്ങനെ കൊടുത്തെടുത്തു. അപ്പോൾ വില ഇത് ഏകദേശം ഓൺ റോഡ് പ്രൈസ് എത്ര വരുന്നുണ്ട്? 4.25 വരുന്നുണ്ട്. 4 ലക്ഷത്തി ചില്ലായിരം റുപ്യ വരുന്ന VXi ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ? എയർ ബാഗ് വരുന്നതാണ്. ആൾട്ടോണ്ണൂറിൽ തന്നെ എയർ ബാഗ് വരുന്ന ആൾട്ടോണ്ണൂറ് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ 2-2.5 ലക്ഷത്തിനും കിട്ടുന്നൊരു മൈൻഡ് ഉണ്ടാവും. ഇത് മോഡൽ കൂടിയതാണ്. 4.4 റുപ്യോളം വില വന്നതിന് വണ്ടി ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് 3,25,000 രൂപയാണ്. താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യുക. അത്യാവശ്യം നല്ല മോഡലും ഉണ്ട്. നിങ്ങൾക്ക് ഒരു പുതിയ വണ്ടി എടുക്കുന്ന ഫീൽ തന്നെ എടുക്കാൻ പറ്റും അല്ലേ? കമ്പനി കൊടുക്കാത്തൊരു സാധനം അഡീഷണൽ. ഇത് ഏകദേശം അലവിലും ടയറും എന്തായാലും ഒരു 10,000-30,000 രൂപ വരുന്ന സാധനം ഫിറ്റിങ്സും ഉണ്ട്. ആ പുത്തം വിട്ടിട്ടില്ല, പുത്തം ഫീൽ വിട്ടിട്ടില്ല അല്ലേ? 45,000 അപ്പോൾ ചെറുവണ്ടിമ തന്നെ നമ്മൾ തുടങ്ങി. ആൾട്ടോണ്ണൂറ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ BMW X1 ഉണ്ട്, Audi Q5 ഉണ്ട്, Audi Q3 ഉണ്ട്, റേഞ്ച് റോവർ ഇവോക്ക് ഉണ്ട്, ലാൻഡ് റോവർ ഫ്രീലാൻഡർ ഉണ്ട്, MG ഹെക്ടർ ഉണ്ട്, മെഴ്സിഡീസ് ബെൻസിൻ്റെ ML350 കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഇതിൽ നമ്മൾ കാണിക്കാത്ത വണ്ടി ഇപ്പോൾ Audi Q3ൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ. 2015-16 രജിസ്ട്രേഷനുള്ള ഒറിജിനൽ കേരള വണ്ടി. 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 66,000 കിലോമീറ്റർ ഓടിയ 15 മോഡൽ 16 രജിസ്ട്രേഷനിൽ Q3 ഒറിജിനൽ കേരള KL7 രജിസ്ട്രേഷനിൽ ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടിൻ്റെ വില എത്ര? 18.5 ലക്ഷം രൂപ. 18.5 ലക്ഷം. മോഡൽ നോക്കണ്ട, അത്യാവശ്യം നല്ല മോഡലുണ്ട്. 2015-16 രജിസ്ട്രേഷനിലെ വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടിയാണ് അല്ലേ? Q5 ഉണ്ട്. Q5 18-19 അത് നമ്മൾ കാണിച്ചത്. 60,000 ഓടിയതാണ്. അത് നമ്മൾ രജിസ്ട്രേഷൻ ആണ്, മാഹി വീഡിയോയിൽ കാണിച്ചതാണ് അല്ലേ? കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കാണിക്കാല്ലേ? ഏതാ ഒരു B ക്ലാസ് പുതിയ ഇന്നലെ വന്നിരിക്കണം. അതിന്റെ ഡീറ്റെയിൽസ് 13 മോഡല്. 13 മോഡൽ. ചെറിയ പൈസക്ക് ബെൻസ് വേണ്ട ആൾക്കാർക്ക് കുറച്ചൊരു ലക്ഷറി ആവും ചെയ്യുന്ന SUV ആണ്, ഹാഷ് ബാക്കും ആണ്, അങ്ങനത്തെ വണ്ടി, സെഡാനും ആണ്. എല്ലാ സൗകര്യവും ഉണ്ട്, കാണാൻ നല്ല ഇടുപ്പും ഉണ്ട് അല്ലേ? ഇത് പക്ഷേ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് ഈ വണ്ടി അല്ലേ? നല്ല വൃത്തിയുണ്ട്. ഇത് ഷോറൂം സർവീസ് ആണ് വണ്ടി. 70,000 ഓടിയിട്ടുള്ളൂ. 70,000 ഓടിയിട്ടുള്ളൂ. ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. മോഡൽ എത്ര? 2013 മോഡൽ കേരള. ഇതും KL07 രജിസ്ട്രേഷൻ. എത്ര വില? പിന്നെ ഇത് നമുക്ക് 10.5 ലക്ഷം രൂപ കൊടുക്കാം. 10,50,000 രൂപക്ക് ഒറിജിനൽ കേരള ഒരു മെഴ്സിഡീസ് ബെൻസിന്റെ B ക്ലാസ്സിലെ. അപ്പോൾ അടിപൊളി ചോയ്സ് ആട്ടോ. ഞാൻ ഈ വണ്ടിന്റെ ലിസ്റ്റ് ഇപ്പോൾ കേൾക്കാണ്. നല്ല വണ്ടി. ഇന്നലെ വന്നതാ. അത് നമ്മൾ എടുത്തിട്ടില്ല. പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. ഒരു കസ്റ്റമർ നമ്മളെ പാർക്ക് ആൻഡ് സെയിലിന് ഏൽപ്പിച്ചതാണ് അല്ലേ? ഇവിടെ നമ്മൾ പാർക്ക് ആൻഡ് സെയിൽ ഓപ്ഷനും ഉണ്ട്, നമ്മൾ പർച്ചേസ് ചെയ്യണമുണ്ട് അല്ലേ? 2 ഓപ്ഷനിലും നിങ്ങൾക്ക് വാഹനം വിൽക്കാനും നമ്മളെ സമീപിക്കാം. അതേപോലെ ഈ ലൈനിൽ ഫുള്ള് മെഴ്സിഡീസ് ആട്ടോ കിടക്കുന്നത്. മെഴ്സിഡീസ് ബെൻസിൻ്റെ GLC, GL, GLS, കൂപ്പെ, അതേപോലെ പോർഷെ കൈന് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതേപോലെ സെഡാൻ ടൈപ്പിൽ വരുന്ന പ്രീമിയം വണ്ടികൾ അവിടെ ഉണ്ട്. വാ ഇതൊന്ന് കാണിക്കാല വണ്ടിയല്ലേ അല്ലേ? ഇത് ഒരു വിമാനം പോലത്തെ ഒരു വണ്ടി ഞങ്ങൾ കാണിക്കാം. അങ്ങോട്ട് വരി. വാ, ഇതെങ്ങനെ ഉണ്ട്? നിങ്ങളെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫോർച്യൂണറിൽ യാത്ര ചെയ്യാൻ പറ്റിയൊരു മോഡലാട്ടത്. അതായത് 2012 മോഡൽ ഫോർച്യൂണറിൽ DC അൾട്ര ചെയ്ത വണ്ടിയാണിത്. അതായത് കാരവൻ ടൈപ്പ് ആക്കിയതാണ്. ഇതിൻ്റെ സെൻട്രൽ പോർഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈവർക്ക് നല്ല കംഫർട്ടായിരിക്കും. ഇത്തരം DCൻ്റെ വന്ന ഒരു പരാജയം എന്താണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ ഓടിക്കുന്ന ആൾക്ക് ഭയങ്കര കംഫർട്ട് കമ്മിയാണ്. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു പോസ്റ്റ് വരും. ആ പോസ്റ്റ് ഇവർ ഒഴിവാക്കിയിട്ടുണ്ട്. ആ പോസ്റ്റിലാണ് TV, ഫ്രിഡ്ജൊക്കെ വരാറ്. അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ബാക്കത്തെ 2 സീറ്റ് നമുക്ക് അടിപൊളിയായിട്ട് കടന്നു പോകാൻ പറ്റിയ സെറ്റപ്പ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ലെഗ് റൂമും കാര്യങ്ങളൊക്കെ വരും. ഭയങ്കര കംഫർട്ടായിട്ടത്. അടിപൊളി ലുക്കാണ്. ഒരു റെഡ് തീമിൽ തന്നെയാണ് ഈ വണ്ടി ഉള്ളത് അല്ലേ? ലോങ് ഡ്രൈവ് പോകുന്ന ആൾക്കാർക്ക് പറ്റിയ മോഡലാണ്. പക്ഷേ 4 ആക്കേ പോകാൻ പറ്റുള്ളൂ. ഫോർച്യൂണറിൽ 8 ആക്ക് പോകാറുണ്ട്. ഫോർച്യൂണർ എടുത്തിട്ട് ഇതിൽ 4 ആക്കേ പോകാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടും ഒക്കെ ആ കളർ തീമിൽ തന്നെ ഇട്ടുള്ളത്. ഫ്രണ്ടിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, ഫോർച്യൂണറിലില്ല, അതേപോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഡോർ പേഡിലൊക്കെ മാറ്റം വരുത്തിയാണ്. ഇതുണ്ടോ? ഡോർ പേഡൊക്കെ DC അൾട്ടർ ചെയ്ത മോഡലാണ്. ഇതൊക്കെ പവർ വിൻഡോൻ്റെ സ്വിച്ചുകളാണ്. ഇതിൽ പവർ വിൻഡോ അഡ്ജസ്റ്റ് ചെയ്യുക, സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ലൈറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ബട്ടണുകളാണ് ഈ ഡോർ പേഡിൽ വന്നിട്ടുള്ളത്. അതേപോലെ ബാക്കത്തതും അതേപോലെ തന്നെ. പക്ഷേ വണ്ടി കണ്ട ഒരു മാറ്റമല്ല അല്ലേ? എക്സ്റ്റീരിയർ ഭാഗം കൊണ്ട് ഒരു മാറ്റം വണ്ടിയിൽ വരുത്തിയിട്ടില്ല. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കൊടുത്താ? ഇത് 13.5. 13.5 2012 മോഡൽ ഓട്ടോമാറ്റിക് DC കൺവേർട്ട് ചെയ്ത വണ്ടി. ഇത് സാധാ ഫോർച്യൂണറിന്റെ വില തന്നെ വരുന്നുള്ളൂ. പക്ഷേ കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ലേ? റീ രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ. ഒറിജിനൽ കേരള വണ്ടി അല്ല, റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. ഇപ്പോൾ ഓൾറെഡി കേരള രജിസ്ട്രേഷനിലുള്ളത്. അപ്പം ഇനി എടുത്തിട്ട് ആൾക്കാർക്ക് ഇതൊന്നും പറ്റൂല എന്നുണ്ടെങ്കിലും
നിങ്ങളൊരു 10-50,000 ചിലവാക്കി കഴിഞ്ഞാൽ നോർമൽ ഫോർച്യൂണർക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഇത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അഥവാ പറ്റില്ല തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാറ്റും ചെയ്യാം. നമ്മൾ മുന്നേ ഒരു ഇന്നോവ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുണ്ട്. വേറെ ഫോർച്യൂണർ നമ്മളത്തെ സെയിലിനുള്ളതുണ്ട് കേട്ടോ. നമുക്ക് ടാക്സി വണ്ടി ചോദിക്കലുണ്ട് ചില ആൾക്കാർ. അതിൽ ബലാനോ 2021 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2021 മോഡല് ഡെൽറ്റ ഓപ്ഷൻ വരുന്നുണ്ട്. 6.5 ലക്ഷം റുപ്യക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സിയിൽ തന്നെ കൊടുക്കാം. ഇനി അതല്ല പ്രൈവറ്റ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 6.25 പ്രൈവറ്റ് ആക്കിയിട്ടും കൊടുക്കാൻ പറ്റും. അതേപോലെ ക്രെറ്റ SX, ജീപ്പ് കോമ്പസ്, എർട്ടിക്ക, കിയ കാരൻസ്, ഇന്നോവകൾ കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അതേപോലെ നമ്മളിവിടെ ഏതായാലും ഒന്ന് വ്ളോഗല്ലേ, നമുക്ക് പൂച്ചക്കുട്ടികളെ കാണിച്ചു കൊടുക്കാം. എല്ലാവരും ഉറങ്ങാം. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. എന്താണ് നമുക്കേ നമ്മളെ പൂച്ചക്ക് 4 കുട്ടികളുണ്ടായിരിക്കണം. 4 കുട്ടികൾ. അഫേ ലോക്ക് ഉറക്ക്. ഒരാളെ പിടിച്ചോ. ബാ 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 ചാടിക്കോളി ബാ. ഇതാണ്ടോ, ഇതിപ്പോൾ നമ്മളെ പുതിയ കുട്ടികൾ വലുതായി അല്ലേ. 4 കുട്ടികളുണ്ട്. കണ്ടോ, ഇത് മദറാണ്. മദറിൻ്റെ കളറിൽ 3 കുട്ടികളുണ്ട്. ഫാദറിൻ്റെ കളറിൽ 1 കുട്ടിയുണ്ട് അല്ലേ. അപ്പോൾ അടിപൊളി. ഈ മെഴ്സിഡസ് ബെൻസിൻ്റെ B180 ഇല്ലേ, ഒരു അടിപൊളി വണ്ടി തന്നെ കേട്ടോ. കാരണം ഈ ഒരു പ്രൈസിൽ, ഈ ഒരു ചെറിയൊരു പ്രൈസിൽ, ഈ ഒരു സെഗ്മെൻറ്റിലൊരു വണ്ടി പറഞ്ഞാൽ എന്തുകൊണ്ടും അടിപൊളിയാണ്. ഇതിന് സൺറൂഫില്ല കേട്ടോ. സൺറൂഫ് വരാത്ത മോഡലാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. ഇത് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് ഏകദേശം ഒരു 13-14 കിലോമീറ്ററൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നിങ്ങൾ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. ആകെ ഈ വാഹനം ഓടിയിട്ടുള്ളത് 79,000 കിലോമീറ്റർ. ഈ ഒരു വാഹനം 2013 മോഡൽ വാഹനം സഞ്ചരിച്ചിട്ടുള്ളൂ. എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതേപോലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒരു ന്യൂജൻ ലുക്ക് തന്നെയാണ് നമുക്കിതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നത്. ഒരു ബ്ലാക്ക് കളർ ഇൻറ്റീരിയർ കേട്ടോ. അതേപോലെ ഇതിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ലുക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൈസിലുള്ള വാഹനമാണെന്ന് നമുക്ക് തോന്നില്ല. നിങ്ങൾക്ക് ഒരു ഹാച്ച് ബാക്കിൻ്റെ ഇനത്തിലാണെങ്കിലും ഒരു സെഡാൻ്റെ ഇനത്തിലും ഒരു SUV-ൻ്റെ ഇനത്തിലൊക്കെ പെടുത്താൻ പറ്റിയ ഒരു കിടിലം മോഡൽ തന്നെയാണ് B180. അപ്പോൾ ഏകദേശം നമ്മൾ ചോദിക്കുന്നത് 10,50,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അധികം വൈകാതെ കാണാം. അത്തരത്തിലുള്ളൊരു വീഡിയോ വരുമ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കാണുന്ന, നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട, ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്